Dallas is the 9th largest city in US. It's just about 4 hours drive from Houston, where I'm living in. I got a chance to visit Dallas time last week, so this is what I covered in that journey. ഇതാണ് ജെഫേഴ്സൺ പാർക്ക്, ഇർവിംഗ് ഏരിയയിലുള്ള ഒരു കൊച്ചു പാർക്ക്. ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇതിൻ്റെ ഏതോ ഭാഗത്ത് ഉണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ ഇതിനെ ഗാന്ധി പാർക്ക് എന്ന് വിളിക്കും. ലേക്കിൽ ഇഷ്ടം പോലെ ആമകളുണ്ട്. പിന്നെ 1-2 ബീവറിനെ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഇതിന് ബ്രെഡൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ കൊടുക്കാൻ പാടുണ്ടോയെന്ന് അറിയത്തില്ല, എന്നാലും കാണാൻ നല്ല രസമാണ്. ഇതാണ് ഡാർട്ട്, ഡാലസ് ഏരിയ റാപ്പിഡ് ട്രാൻസിറ്റ്. സിറ്റിയും ചുറ്റുമുള്ള 12 സബർബുകളിലുമായിട്ട് ഡാർട്ടിൻ്റെ വകയാണ് ബസ്സും ട്രാമും റെയിൽവേ ലൈനുമെല്ലാം. മൊത്തം 4 റെയിൽവേ ലൈൻസ് ആണുള്ളത്. റെഡ്, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്. 4 ലൈൻസും ക്രിസ് ക്രോസ് ആയിട്ട് കിടക്കുക. സിറ്റി സെൻറ്ററിൽ ഇത് മീറ്റ് ചെയ്യും. സിറ്റി സെൻറ്ററിൽ എത്തിയാൽ നമുക്ക് ഒരു ലൈനിൽ നിന്ന് മറ്റേ ലൈനിലോട്ട് മാറാം. ഡാലസിൽ എന്താ കാണാനുള്ളതെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം മനസ്സിൽ വരുന്ന സംഭവമായിരിക്കും ഇത്. 1963 അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന JFK എന്ന ജോൺ എഫ് കെനഡിയെ വെടിവെച്ച് കൊന്ന സ്ഥലമാണ് ഡാലസ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് അസാസിനേഷൻ ആയിരിക്കും JFKയുടേത്. ഈ വഴിയിൽ കൂടി ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ ഡെയിലി പ്ലാസ എന്നറിയപ്പെടുന്ന ഈ മ്യൂസിയം ബിൽഡിങ്ങിൻ്റെ 6th ഫ്ലോറിൽ നിന്ന് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. പണ്ട് സ്കൂൾ ബുക്ക് ഡെപ്പോസിറ്ററി ആയിരുന്ന ഈ ബിൽഡിങ്ങിൻ്റെ 6th ഫ്ലോർ ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. $18 എൻട്രി ഫീ. JFK പ്രസിഡൻ്റ് ആയിരുന്ന കാലത്തെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ കൊലപാതകം നടക്കുന്ന അന്നത്തെ സംഭവങ്ങളുമാണ് മ്യൂസിയത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ബോക്സുകളുടെ ഇടയിൽ ഒളിച്ചു നിന്നാണ് JFK വെടിവെച്ചത്. കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നു JFKയുടെ മരണവും പിന്നെയുള്ള ഇൻവെസ്റ്റിഗേഷനും. ലീ ഹാർവി ഓസ്വാൾഡ് എന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തെങ്കിലും 2 ദിവസം കഴിഞ്ഞ് ഓസ്വാൾഡിനെയും കൊലപ്പെടുത്തുകയുണ്ടായി. പിന്നെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു തരത്തിലുള്ള കൺസ്പിറസി ഇല്ലെന്നും വേറെ ഒരു കുറ്റവാളി ഇല്ലെന്നും ആയിരുന്നു കണ്ടെത്തൽ. ഇത് വിശ്വസിക്കാത്ത ഒത്തിരി അമേരിക്കൻസ് ഇപ്പോഴും ഉണ്ട്. മിക്ക മേജർ സിറ്റികളിലും ഉള്ളതുപോലെ ഒരു സയൻസ് ആൻഡ് ഹിസ്റ്ററി മ്യൂസിയം, ഒരു അക്വേറിയം ഒക്കെ ഡാലസിലുമുണ്ട്. നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയില്ല, പകരം ഒരു ആർട്ട് മ്യൂസിയത്തിലോട്ട് പോയി. ഇങ്ങോട്ട് വരാൻ വേറൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇത് ഫ്രീ ആണ്. പെർമനൻ്റ് എക്സിബിറ്റ്സ് എല്ലാം ഫുൾ ടൈം ഫ്രീ ആണ്. ഏതെങ്കിലും സ്പെഷ്യൽ ഷോ ഉള്ള ഏരിയയിൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി. ഒരു ബേസ്ബോൾ മാച്ച് കൂടി കാണാൻ പറ്റി. നമ്മുടെ ക്രിക്കറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന
വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വേർഷനാണ് ഈ കളി. ഗെയിമിന് മുൻപ് US നാഷണൽ ആന്തം ഉണ്ടായിരുന്നു. നാഷണൽ ആന്തം പ്ലേ ചെയ്യുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് വലത് കൈ ഇടത് നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്നാണ് റൂൾ. Whose broad stripes and bright